ഏവർക്കും ഹിത മീഡിയ തെർബിയ വിങ്ങിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പേ വാട്സാപ്പിൽ നിന്നും കിട്ടിയ ഒരു അനുഭവം ഷെയർ ചെയ്യട്ടെ. കേൾക്കാതെ പോകരുത്, നാളെ നമ്മൾക്കും ഈ ഗതി വരാം. കഴിഞ്ഞ ഒരു വർഷമായി പാലക്കാട് ജില്ലയിലെ ഒരു ബിൽഡിംഗ് പ്രോജക്റ്റാണ് എൻ്റെ സൈറ്റ്. സൈറ്റിൽ നിന്നും വീട്ടിലേക്ക് ദൂരമുള്ളതുകൊണ്ട് ദിനവും ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽ തേടി അലയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഒടുവിലായാണ് അപ്രതീക്ഷിതമായി ആ കുഞ്ഞു ഓലമേഞ്ഞ ഹോട്ടൽ കാണാനിടയായത്. പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെയും കയറി ഒരു ദിവസം. പഴമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മരം കൊണ്ടുള്ള കുറച്ചു പഴയ ബെഞ്ചും ഡെസ്കും ഉണ്ടായിരുന്നു അവിടെ. ബെഞ്ചിൻ്റെ ഒരു സൈഡിലായി ഞാനിരുന്നു. 50 55 വയസ്സ് തോന്നിക്കുന്ന ഒരു ചേച്ചിയും ചേട്ടനുമായിരുന്നു ഹോട്ടൽ നടത്തിപ്പുകാർ. ആദ്യം എൻ്റെ മുമ്പിൽ ഒരു വാഴയില ഇട്ടു. അതിലേക്ക് ആവി പറക്കുന്ന പാലക്കാടൻ മട്ടാരിച്ചോർ വിളമ്പി. പിന്നെ പയറുപ്പേരിയും തോരനും മസാല ഉപ്പേരിയും വിളമ്പി. ശേഷം പുളിയിഞ്ചിയും മാങ്ങാച്ചാറും അവസാനം പപ്പടവും അയില വറുത്തതും സാമ്പാർ കറിയും കൂടി ആയപ്പോൾ വിശപ്പ് ഇരട്ടിയായി. ശരിക്കും വീട്ടിലെ ഭക്ഷണത്തിൻ്റെ രുചിയായിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ സ്ഥിരം കസ്റ്റമറായി. 2 ദിവസം മുമ്പേ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് താടിയെല്ലാം നരച്ച മെലിഞ്ഞ വയസ്സനായ ഒരാൾ അങ്ങോട്ട് കയറി വന്നത്. കണ്ടാലേ അറിയാം അയാൾ നല്ല ക്ഷീണിതനാണെന്ന്. അയാളുടെ കയ്യിൽ ചെറിയൊരു ഭാണ്ഡവും ഉണ്ടായിരുന്നു. അയാൾ എൻ്റെ അപ്പുറത്തെ സൈഡിലെ ബെഞ്ചിൽ ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. ഹോട്ടലിലെ ചേട്ടൻ ഇല വെച്ച് ചോറ് വിളമ്പാനായി തുടങ്ങുമ്പോൾ അയാൾ ചോദിച്ചു, "എത്രയാ ഊണിന്?" ചേട്ടൻ മറുപടി പറഞ്ഞു, "മീനടക്കം 50 രൂപ, മീനില്ലാതെ 30 രൂപ." അയാൾ തൻ്റെ മുഷിഞ്ഞ പോക്കറ്റിൽ നിന്നും തപ്പിയെടുത്ത 10 രൂപ ചേട്ടന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, "ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അതിനുള്ളത് തന്നാൽ മതി. വെറും ചോറായാലും കുഴപ്പമില്ല, വിശപ്പ് മാറിയാൽ മതി. ഇന്നലെ ഉച്ചക്ക് മുതൽ ഒന്നും കഴിച്ചിട്ടില്ല." അത് പറയുമ്പോഴേക്കും അയാളുടെ വാക്കുകൾ ഇടറിയിരുന്നു. ഹോട്ടലിലെ ചേട്ടൻ മീനല്ലാത്ത എല്ലാം അയാൾക്ക് വിളമ്പി. ഞാൻ അയാൾ കഴിക്കുന്നത് നോക്കിയിരുന്നു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചെറുതായി പൊടിയുന്നുണ്ടായിരുന്നു. അത് തുടച്ചുകൊണ്ട് കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ പതുക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ അടുത്തിരുന്ന ആൾ ചോദിച്ചു, "എന്തിനാ കരയുന്നത്?" അയാൾ ചോദിച്ച ആളുടെ മുഖത്തേക്ക് നോക്കി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, "എൻ്റെ കഴിഞ്ഞുപോയ ജീവിതം ഓർത്ത് കരഞ്ഞു പോയതാ. 3 മക്കളാ എനിക്ക്, 2 ആണും 1 പെണ്ണും. 3 പേർക്കും നല്ല ജോലിയുണ്ട്. എനിക്ക് കിട്ടാതെ പോയ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ അവർക്ക് നൽകി. അതിനായി ഞാൻ നഷ്ടപ്പെടുത്തിയത് എൻ്റെ യൗവനമായിരുന്നു. 28 വർഷത്തെ പ്രവാസ ജീവിതം. എല്ലാത്തിനും എനിക്ക് താങ്ങായിരുന്ന അവൾ നേരത്തെ എന്നെ തനിച്ചാക്കി അങ്ങ് പോയി. വീട് ഭാഗം വെക്കും വരെ എന്നെ വലിയ കാര്യമായിരുന്നു മക്കൾക്കും മരുമക്കൾക്കും. ഭാഗം വെക്കൽ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഭാരമാകാൻ തുടങ്ങി. തൊട്ടതിനും പിടിച്ചതിനും എന്നെ കുറ്റപ്പെടുത്തും. ഞാനൊരു വയസ്സനല്ലേ, ആ പരിഗണന തന്നുകൂടെ? തന്നില്ല. അവരെല്ലാവരും ഉണ്ടിട്ട് ഞാൻ ഉണ്ണാനിരിക്കൂ. എന്നാലും ഞാൻ കേൾക്കെ കുറ്റം പറയും. ഭക്ഷണമെല്ലാം കണ്ണുനീർ വീണ് ഉപ്പുരസമായിട്ടുണ്ടാകും കഴിക്കുമ്പോൾ. പേരക്കുട്ടികൾ വരെ എന്നോട് മിണ്ടാൻ വരില്ല. കാരണം മിണ്ടുന്നത് കണ്ടാൽ മക്കൾ അവരോട് ദേഷ്യപ്പെടും. എപ്പോഴും അവർ പറയും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കൂടെ എന്ന്. മരുഭൂമിയിലെ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശിൽ ഉണ്ണാതെയും ഉറങ്ങാതെയും ഞാനും അവളും മിച്ചം വെച്ച കാശ് കൊണ്ട് ഉണ്ടാക്കിയ വീടാ. അവളുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്നത് ആ വീട്ടിലാണ്. ഇട്ടുപോകാൻ മനസ്സ് സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇറങ്ങിപ്പോന്നു. മരുമകളുടെ മാല ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് മകൻ എന്നോട് ചൂടായി. തല്ലിയില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇനിയും അവിടെ നിന്നാൽ അതും ഉണ്ടാകും. അച്ഛനെ തല്ലിയ മകൻ എന്ന പേരുദോഷം അവന് ഉണ്ടാകണ്ടല്ലോ. മരിക്കാൻ ഭയമില്ല, അല്ലെങ്കിലും ഇനി ആർക്കു വേണ്ടിയാ ജീവിക്കേണ്ടത്? അയാൾ ഭക്ഷണം മുഴുവനായി കഴിക്കാതെ എണീറ്റു. തൻ്റെ കയ്യിലെ 10 രൂപ ചേട്ടന് നേരെ നീട്ടി. ചേട്ടൻ പറഞ്ഞു, "വേണ്ട, കയ്യിൽ വെച്ചോളൂ. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാകും." പക്ഷേ അയാൾ ആ 10 രൂപ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, "നന്ദിയുണ്ട് നിങ്ങളുടെ നല്ല മനസ്സിന്. വെറുതെ കഴിച്ചു പരിചയമില്ല, ഒന്നും കരുതരുത്. വരട്ടെ, ഇനിയും കാണാം" എന്നും പറഞ്ഞ് അയാളുടെ ഭാണ്ഡമെടുത്ത് എങ്ങോട്ടൊന്നില്ലാതെ അയാൾ നടന്നുപോയി. അയാൾ എൻ്റെ മനസ്സിന് തന്ന മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല. എന്താണ് എല്ലാ പച്ചിലയും ഒരിക്കൽ പഴുക്കുമെന്ന് ആരും ചിന്തിക്കാത്തത്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.